നമസ്കാരം സുഹൃത്തുക്കളെ. മുൻപ് സിനിമ അഭിനയ തൊഴിലാളിയായിരുന്ന നടൻ ജഗതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള ആളുകൾ, അതായത് ആ മേഖലയിൽ തൊഴിലെടുക്കുന്നവർ കഴിയുമെങ്കിൽ അവരുടെ രാഷ്ട്രീയം പുറത്ത് പറയരുത്. ഒരു കലാകാരൻ രാഷ്ട്രീയം പറയാതിരിക്കുക തന്നെയാണ് നല്ലത്. ചിലരൊക്കെ ധൈര്യത്തോടെ പറഞ്ഞ് ആ രീതിയിൽ നിൽക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ അഭിപ്രായ പ്രകടനം നടത്തിയാൽ അത് മനസ്സിലാക്കാം. അതല്ലാതെ ഈ പാർട്ടിയൊന്നുമില്ല, രാഷ്ട്രീയമൊന്നുമില്ല, നിഷ്പക്ഷമാണ് എന്ന് നടിക്കുന്ന ആളുകൾ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അത് പണി കിട്ടും എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയും പറയാനുള്ള കാരണം, അങ്ങനെ ഈ രാജ്യത്ത് നടന്ന ചില സമരങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്തുണയ്ക്കുകയും പോസ്റ്റൊക്കെ ഇടുകയും ചെയ്ത ഒരാളെ പറ്റി പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് അത് അഭിനയ തൊഴിലാളിയായ പൃഥ്വിരാജിൻ്റെ പേരായിരിക്കും. എന്നാൽ എനിക്കറിയാവുന്നത്, ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യം, അദ്ദേഹം ഇവിടെ ഏത് സമരങ്ങൾക്കായിരുന്നു പിന്തുണ കൊടുത്തിരുന്നത്? ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരത്തിൽ അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പിന്തുണച്ചു. പിന്നെ ഒന്ന് സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തിയപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും പിന്തുണയുമൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നടന്ന രണ്ട് സമരങ്ങളിൽ ഈ അഭിനയ തൊഴിലാളിയായ പൃഥ്വിരാജിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള പിന്തുണ. പിന്നെ ഒരു വിവാദത്തിൽ അയാൾ പെട്ടത് വാര്യംകുന്നത്ത് എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, 1921 കാരണമൊക്കെ ആയിട്ടുള്ള ഒരാൾ, ഒരുപാട് ആളുകളെ കൊന്ന ഒരു തീവ്രവാദി. അയാളെ വെളുപ്പിച്ചുകൊണ്ടൊരു സിനിമ അവർ അനൗൺസ് ചെയ്തു. അങ്ങനെ ഒരു വിവാദമായി. പിന്നെ അവരതിൽ നിന്നൊക്കെ പിൻവാങ്ങി. പിന്നെ അയാൾ ഒരു ഹലാൽ ഫ്ലാറ്റിൻ്റെ പരസ്യം കൊടുത്തു. അതൊക്കെ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതൊന്നും ഈ രാജ്യത്തിനെതിരാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരാളെ മഹത്വവൽക്കരിക്കുന്നത് ഒരു പക്ഷേ ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. ഇത്തരം കാര്യങ്ങളിലാണ് അയാൾ വിവാദമായത്. അതും സമരങ്ങൾക്ക് പിന്തുണ കൊടുത്തത് രണ്ട് കാര്യത്തിന് വേണ്ടി മാത്രമാണ്. എന്നാൽ അന്നൊന്നും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ടാവാം ഇയാളെക്കാളും വലിയൊരു താപ്പാന അവിടെ ഉണ്ടായിരുന്നു. ടോവിനോ തോമസ് എന്നാണ് അയാളുടെ പേര്. അയാൾ ഈ രാജ്യത്തിനെതിരെ നടന്ന എല്ലാ സമരങ്ങൾക്കും പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് അയാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്നാൽ തുടക്കം മുതൽ നോക്കുക, പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ സമയത്തും അയാൾ ആ സമരത്തിന് പിന്തുണ കൊടുത്തു. അതിനുശേഷം സേവ് ലക്ഷദ്വീപിനും അയാളുണ്ടായിരുന്നു. പിന്നീട് കർഷക സമരം നടന്നപ്പോഴും ഉണ്ടായിരുന്നു. പിന്നീട് ഗുസ്തി സമരം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഗുസ്തി സമരത്തിന് വരെ അയാൾ ടൂൾ കിറ്റ് ഇറക്കി. ഈ ഗുസ്തി സമരത്തിൻ്റെ സമയത്ത് ഒരല്പം തലയ്ക്കകത്ത് അല്പം ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്, ഒരു കോച്ചിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചാൽ ഓക്കെ, അതിലൊരു ലോജിക്കുണ്ട്. കാരണം കോച്ചിന് ഈ ഗുസ്തി താരവുമായിട്ട് ദിവസവും ഇടപഴകാനും പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ശരീരഭാഗങ്ങളിലൊക്കെ തൊടാനുള്ള സാധ്യത, അത് കയ്യോ കാലോ ഒക്കെ പീഡിപ്പിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ തൊടാനുള്ള അവസരവും സാധ്യതയുണ്ട്. അതിനാൽ ഒരു കോച്ചിനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ ഓക്കെ, നമുക്കത് വിശ്വസിക്കാം, അതിൽ സത്യമുണ്ട്, ആ ആൾ പറയുന്നത് സത്യമാണ് എന്ന തരത്തിലേക്കൊക്കെ പോവാം. ബാക്കി കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ അവിടെ ആരോപണം വന്നത് ആർക്കെതിരെയാണ്? ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന BJP MPക്കെതിരെയാണ്. ഇവർ തമ്മിൽ കാണാൻ പോലുമുള്ള സാധ്യതയില്ല. അത് ഒരു വർഷത്തിലോ അല്ലെങ്കിൽ വർഷങ്ങൾ കൂടിയിരിക്കുമ്പോഴോ വിദേശങ്ങളിൽ എവിടെയെങ്കിലും വലിയ മത്സരങ്ങൾ നടക്കുമ്പോൾ ഇവിടെ നിന്നൊരു ടീമായിട്ട് പോകുമ്പോൾ അതിനെ നയിക്കാൻ വേണ്ടി മാത്രമാണ് ഇയാൾ കൂടെ പോകുന്നത്. അല്ലാതെ ഇയാൾ ഇരിക്കുന്ന ഓഫീസിനൊപ്പം ഈ അഖാഡ, അതായത് ഗുസ്തി പരിശീലനം നടക്കുന്ന സംഭവമൊന്നുമില്ല. അയാൾ എവിടെയോ ഇരിക്കുന്നു, ഇവർ വേറെ എവിടെയോ ഇരിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. അയാൾ കോച്ചുമല്ല, ഇവരെ ആരെയും കോച്ച് ചെയ്യുന്നില്ല. ആ വ്യക്തിക്കെതിരെയാണ് ഇവർ ആരോപണം ഉന്നയിച്ചത്. അതുകൊണ്ടാണ് അതിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോടതി അത് ചവിട്ടി ദൂരെ കളഞ്ഞിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണമാണ്. അയാളുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അയാളെ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു അജാന ബാഹു ഗുണ്ടാ ലുക്കൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് കുറേ ആളുകൾ അയാൾ ഇത് ചെയ്ത് കാണുമെന്ന് വിശ്വസിച്ചു. പിന്നെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, അത് രാഷ്ട്രീയമാണ്. അവർ എന്ത് ആരോപണവും ഇതുപോലെ ഉന്നയിക്കും. പക്ഷേ അതിനൊക്കെ ഒരു സിനിമാ തൊഴിലാളി കൂടെ വന്നിട്ട് ടൂൾ കിറ്റ് ഇറക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അവന് ഒട്ടും ബുദ്ധിയില്ലെന്നോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്നുകൊണ്ടാണ് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ആ കേസിൻ്റെ വിധി എന്തായി? അയാൾ വെറുതെ വിട്ടു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ലോജിക്കുള്ള കാര്യമാണ്. ഒരു കോച്ചിനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ ഓക്കെ, അതിൽ സാധ്യതയുണ്ട്. കോച്ചൊന്നും അല്ലാത്തവർ ഈ താരങ്ങളുമായിട്ട് കാണാൻ തന്നെ സാധ്യതയില്ല. എത്രയോ നൂറുകണക്കിന് അഖാഡകളുണ്ട്, അതിൽ ആയിരക്കണക്കിന് പരിശീലകരുണ്ട്. ഇവരെല്ലാം ഈ ചെയർമാൻ കാണുന്നുണ്ടോ? ഉദാഹരണത്തിന് BCCI പ്രസിഡന്റ് അവിടെ എവിടെയോ ഇരിക്കുന്നു. ഇവിടെ കേരളത്തിനുണ്ട് ക്രിക്കറ്റ് പരിശീലിപ്പിക്കുന്ന സ്ഥലങ്ങളും ടീമും മറ്റുമൊക്കെ. ഇവിടുത്തെ ഒരു വനിതാ കളിക്കാരി, ക്രിക്കറ്റ് കളിക്കാരി BCCI പ്രസിഡന്റിനെതിരെ ആരോപണം ഉന്നയിച്ച് എങ്ങനെ ഇരിക്കും? അത് പ്രത്യക്ഷത്തിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കത്തില്ല. മറിച്ച് ഇവിടെ ഉള്ളൊരു കോച്ചിനെതിരെ ആണെങ്കിൽ ഓക്കെ, അത് ചിലപ്പോൾ ശരിയായിരിക്കുന്നു. പക്ഷേ അവിടെ ഇരിക്കുന്ന ആൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു, അയാൾ നിരന്തരം പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാൻ തന്നെ അവർക്ക് കാണാൻ തന്നെ മാർഗ്ഗമില്ല. ആണ്ടിലോ സംക്രാന്തിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒന്ന് കാണുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ മത്സരം ഉണ്ടെങ്കിൽ സമ്മാനം കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവരൊന്ന് കാണുന്നത് തന്നെ. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഗുസ്തി സമരത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. നമുക്കറിയാം, അന്ന് ആരോപണം ഉന്നയിച്ച ആ വ്യക്തി പിന്നീട് കോൺഗ്രസ് ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയൊക്കെ ചെയ്താണ്. അപ്പം തന്നെ വ്യക്തമാണ് അത് രാഷ്ട്രീയ പ്രേരിതമാണ്. അതിന് പോലും പിന്തുണ കൊടുത്ത മുതലാണ് ടോവിനോ തോമസ്. ഏറ്റവും ഒടുവിൽ ഈ CJP പാറ്റ സമരത്തിനും അയാൾ പിന്തുണച്ചു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിനെതിരെ നടന്ന എല്ലാ സമരത്തിനും ഇയാളുണ്ടായിരുന്നു, ഇയാളുടെ പിന്തുണയുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ വേറൊരു മുതലാണ്
അയാളുടെ പേര് സുജിത് വയനാടെന്നാണ്. ആ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, പക്ഷേ സണ്ണി വെയിൻ എന്ന് പറഞ്ഞാൽ അറിയും. അയാൾ മിക്ക ഇതുപോലുള്ള ടൂൾ കിറ്റിനും സ്റ്റാർട്ടിങ് പുള്ളിയായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് തുടക്കം ഇട്ട് കൊടുക്കുന്ന പുള്ളിയായിരിക്കും. ഇത്തവണയും E20 ഇതുണ്ടല്ലോ, ഈ നമ്മുടെ പെട്രോൾ E20 പെട്രോൾ ഉണ്ട്, അതിൻ്റെ രാസനാമമൊക്കെ വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ട് തള്ളി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട്, പുള്ളിയും ശ്രദ്ധിക്കപ്പെടുന്നു. അയാളുടെ ഇത്തരം കലാപരിപാടികൾ ചിലർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. ടൊവിനോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. പൃഥ്വിരാജ് ആകെ 2 സമരത്തിന് മാത്രമേ ഇങ്ങനെ വന്നുള്ളൂ. പക്ഷേ അതിനുള്ള പണി അങ്ങേർക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങേര് ഇപ്പോൾ ഏകദേശം ഒതുങ്ങിയ രീതിയിലാണ്. ഇപ്പോൾ അവസാനം പാറ്റാ സമരത്തിനൊന്നും പുള്ളി അനങ്ങിയില്ല. പക്ഷേ മറിച്ച് ടൊവിനോ തോമസ് തുടക്കം മുതൽ എല്ലാത്തിനും ഉണ്ട്. ടൊവിനോ തോമസിൻ്റെ കാര്യമാണ് അടുത്തത് സംഖ്യകളൊന്ന് ശരിയാക്കി കൊടുക്കേണ്ടത്. ശരിയാക്കി കൊടുക്കും എന്ന് തന്നെയാണ് വിശ്വാസം. അതത്ര ശരിയല്ല. ഒന്നുകിൽ അയാൾ പറയണം ഞാൻ കോൺഗ്രസ്സാണ്, കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയണം. അല്ലാതെ ഞാൻ കലാകാരനാണ്, സിനിമയിലുണ്ട്, എനിക്ക് പാർട്ടിയൊന്നും ഇല്ല എന്ന് നടിക്കുകയും ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കുകയും ചെയ്യുമ്പോൾ അതങ്ങനെ വകവെച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല.